എല്ലാം നമ്മൾ പറഞ്ഞ് സുലാനാക്കി. ഓക്കെ, പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി നിർത്തുവാണ്. ജനറലി എല്ലായിടത്തും കൂടെ പറയാണ്, ഞാൻ എന്റെ ഫാമിലിനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഫൈനലി വിജയ് മാധവും ദേവിക നമ്പ്യാറും അവരുടെ തെറ്റ് മനസ്സിലായപ്പോൾ അവർ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലേ. കാരണം മകളുടെ പേര് ഓം പരമാത്മ എന്ന പേര് ഇട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഇവർ നേരിടേണ്ടി വന്നത് അല്ലേ. കാരണം ഇപ്പം ആ ഒരു പേരുമായിട്ട് ആ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളൊക്കെ അത് കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്തരത്തിൽ എന്തിനാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിമർശനവുമായിട്ട് വന്നിരുന്നു. ഇത് തന്നെയായിരുന്നു 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയാം. എന്തായാലും ഫൈനലി ഇവർ ലാസ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം സോൾവ് ആയി, ഇനി ഇതുമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവർക്ക് നമസ്കാരം. ചെറിയൊരു വീഡിയോ ആണ്, വേറൊന്നുമില്ല. ഒരുപാട് പേര് നല്ല ദേവിക കരയുന്ന വീഡിയോ കണ്ട് മെസ്സേജൊക്കെ അയച്ചു. പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് ഈ ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഭ്രാന്തനാണ് പൊട്ടനാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചെറിയ മാനസിക ഈ പ്രാന്തനാണ് പൊട്ടനാണെന്നൊക്കെ ആൾക്കാർ പറയും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരുടെ സർട്ടിഫൈ മേടിച്ചിട്ടാണോ ജീവിക്കുന്നത്? ഇല്ല, അത് സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. അത് ഓൾറെഡി അവർ പറയാനുള്ളതൊക്കെ പറയും, കേൾക്കാനുള്ളത് നമ്മളും കേൾക്കുക. കാരണം നമ്മളും ഇടുന്ന കണ്ടന്റും അത്തരത്തിലാണെങ്കിൽ അത് കേൾക്കാനുള്ള ബാധ്യതയും നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ നമുക്ക് വേണ്ടായിരുന്നു. നമുക്ക് നമ്മളായിട്ട് ജീവിച്ചാൽ പോരെ. ഓക്കെ അല്ലേ? ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കോളുകൾ വന്നിട്ട് ഞാനിങ്ങനെ മറുപടി പറഞ്ഞ് മടുത്തു. ഒപ്പം 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ആത്മജയുടെ പേരിൽ ഒരു ആത്മജ സെന്റർ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡിസൈൻസിന്റെ ഉണ്ടായിരുന്നു. ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേര് ഞാൻ ഓം ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ആ പേരും കൂടെ വരും, ഓം ഡിസൈൻസ്. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി. ഇവിടെ സ്ഥാപനങ്ങളുടെ പേരിൽ പറ്റി ആർക്കും ഒന്നും ഒരു അഭിപ്രായം ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പേരായാലും അല്ലെങ്കിൽ നമ്മളൊരു തുടങ്ങാൻ പോകുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ഏറ്റവും റെയർ ആയിട്ടുള്ള പേരുകളായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിൽ. നമ്മൾ ഈ മറ്റുള്ളവർ ഉപയോഗിക്കാത്ത ഒരു റെയറസ്റ്റ് പേര് തന്നെ നമ്മൾ എടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ പേരുകളിലൊക്കെ നമ്മൾ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാൽ അതിലൊരു ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള പേര് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ചാനലിന് ഒരു റെയറസ്റ്റ് പേര് സജസ്റ്റ് ചെയ്യാനായിരുന്നു നോക്കിയത്. ഒരു റെയറസ്റ്റ് ആയിട്ട് ഒരു ചാനലിൻ്റെ നെയിം കൊണ്ടുവരണം എന്നുള്ള രീതി തന്നെയായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷേ എത്ര നോക്കിയിട്ടും നല്ലൊരു റെയർ ആയിട്ടുള്ള പേര് എനിക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ പേര് ചേർത്ത് അങ്ങോട്ട് ആ ഒരു ചാനലിൻ്റെ നെയിം അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് നല്ല പേരുകൾ വല്ലതും കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ഇനി മാറ്റാവുന്നതേ ഉള്ളൂ. എന്തായാലും അല്ല, ഇത് മതിയെങ്കിൽ ഇത് മതി. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഈ ഒരു പേരുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി. ഷമി സ്റ്റോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അപ്പം അതും ഒരു കംഫർട്ടബിൾ സോണിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു റെയറസ്റ്റ് പേര് നോക്കിയതാണ്, പക്ഷേ കണ്ടെത്താനുള്ള സമയമില്ലായിരുന്നു കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തായാലും ഇവിടെ വിജയുടെ സ്ഥാപനത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതുമായി ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് നോക്കണ്ട. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. താൽക്കാലികമായി ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ, ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ നിൽക്കുക എന്നുള്ളത് പറഞ്ഞ് ചീത്ത വിളിക്കരുത്. എങ്ങാനും ഇനി ഒരു യോഗം വരുവാണെങ്കിലും ഞാൻ ഇനി എൻ്റെ കുട്ടിക്ക് പേരിടില്ല. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും. അപ്പം ചോദിക്കരുത് നിന്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങൾ ആരാന്ന് ചോദിച്ച് ചീത്ത വിളിക്കരുത്. ഓക്കെ, നല്ല പേര് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എന്തായാലും ഈ ഓം ഡിസൈൻസോട് കൂടി തിരികെയാണ്. മാറ്റാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ കമ്പനിയുടെ പേര് ലേസഹസ്രാര, ആത്മജയുടെ പേര്, പിന്നെ ആത്മജ സെന്റർ, ഓം പരമാത്മ, ഓം ഡിസൈൻസ്. ഇതോടെ ഞാൻ നിർത്തി. 4 പേര് അതിൽ നിർത്തി. അതെ, അപ്പൊ അതുകൊണ്ട് ആ കൊച്ചിന് ഒന്ന് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇതത് ഡെലിവറി കഴിഞ്ഞിട്ട് അതിന് ആഴ്ചകൾ പോലും ആയിട്ടില്ല. എന്നിട്ടും എനിക്ക് അത് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ ഭയങ്കര കഷ്ടം തോന്നി. കാരണം പ്രഗ്നൻസി കഴിഞ്ഞ ഒരു ലേഡി ഇത്രയും സമയമൊക്കെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ
ഹെൽത്തിനാണ്, ബോഡി ഹെൽത്തിനാണ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാതെ അത് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചിരുന്നെങ്കിലും പിന്നെ കുഴപ്പമില്ലാതെ. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ആ കൊച്ചിന് ഇത്തിരി അല്പം റെസ്റ്റ് കൊടുക്കുക, അത്രയും പറയാനുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം അതിൽ പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചാണെന്ന്. നമുക്ക് 4000 കമന്റ്സ് എന്തൊക്കെയോ വന്നാലും നമുക്ക് എല്ലാ കമന്റ്സും കാണാൻ പറ്റുമല്ലോ. ഇപ്പം മാഷ് പറഞ്ഞ മാതിരി അല്ലാത്തതിന്റെ കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. വളച്ചൊടിച്ചിട്ടില്ല, കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ കള്ളത്തരം പറയാറില്ല, വളരെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇട്ടവരെല്ലാം ആ കമന്റ് ഇട്ടെന്നല്ല പറഞ്ഞത്. അതെ അതെ, ഇത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ബാക്കിയുള്ള സെപ്പറേഷൻ പറഞ്ഞ ആ കമന്റ് ഒക്കെ ഞാനും കണ്ടതാണ്, കാരണം ഞാൻ എല്ലാ കമന്റും വായിക്കുന്നതുകൊണ്ട് നമുക്കറിയാലോ. അപ്പൊ അത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതാണ് ഞാൻ ഇത്രയും വിഷമിക്കാനായിട്ടുള്ള ഒരു റീസൺ. ആ രണ്ട് കമന്റാണ് എനിക്ക് ഇത്ര എന്നെ ഹോണ്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ അത് ആവശ്യം പറയാൻ നല്ല വീഡിയോ ചെയ്തു. ഇല്ല, ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ കുറെ പേര് എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ്, അപ്പൊ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജനറലി എല്ലായിടത്തും കൂടെ പറയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചതോ വളച്ചൊടിച്ചതോ ഒന്നുമല്ല, കണ്ടതാണ്, കാണാത്തതൊന്നും നമ്മൾ പറയില്ല. അപ്പൊ ഇതോടെ നമ്മൾ ആ ഒരു ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഭാഗത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞാണ് അവസാനിപ്പിക്കുകയാണെന്ന്, പക്ഷെ അവസാനിച്ചില്ല. അല്ല, ഇത് ലാസ്റ്റ് ഇനിയില്ല, ഇത് സന്തോഷത്തോടെ നമ്മൾ പറയാണ്. കാരണം ഇന്നലെ നമ്മൾ ഞാൻ ഇന്നലെ ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഇതായിട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എനിക്ക് അതവിടെ തീർന്നു. പുതിയ വെച്ചോണ്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കണ്ടന്റ് ഇടുമ്പോൾ അതിന് പോസിറ്റീവും വരും നെഗറ്റീവും വരും അല്ലേ. ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മകളുടെ പേര് ഓം പരമാത്മ എന്നുള്ള പേര് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായത്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതൊരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ പറ്റിയല്ല ഇവിടെ സോഷ്യൽ മീഡിയയിലെ ഓരോ പ്രേക്ഷകരും പറഞ്ഞത്. കാരണം ആ ഒരു കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. കാരണം ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു പേരിനെ ഇട്ട ആ ഒരു ചിന്താഗതിയാണ്, നിങ്ങളുടെ ആ ചിന്താഗതിയാണ് എല്ലാവരും ചോദ്യം ചെയ്തത്, എല്ലാവരും വിമർശിച്ചതും അത് തന്നെയാണ്. അല്ലാതെ 10 ദിവസം പോലും പ്രായമാവാത്ത ആ ഒരു കുഞ്ഞിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാതെയാണോ എന്ന് ഉള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമന്റ് സെക്ഷനുകൾ വന്നത്. പിന്നെ റെയറായിട്ട് 1-2 കമന്റ് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു സൈബർ ബുള്ളിങ് ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ഈ ഒരു മകൾ അത് അനുഭവിക്കുന്ന കാര്യം. അപ്പം എന്തുമാത്രം അത് പരിഹാസവും കളിയാക്കലും കേൾക്കുമ്പം അത് എന്തുമാത്രം അവിടെ അത് നോവുന്നതായിരിക്കില്ല ആ കുഞ്ഞിനെ. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രേക്ഷകർ ഇത്തരത്തിലുള്ള പ്രതികരണം അറിയിച്ചത് തന്നെ. അപ്പം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ആ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാഷിനെ ആക്ച്വലി ആദ്യമേ, ഇപ്പം അതിന്റെയും കൂടെ പറയട്ടെ, മൂപ്പര് കല്യാണം എപ്പോഴാണ് താങ്കളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? താങ്കളുടെ സോങ്സ് എന്ന് തുടങ്ങിയതാണ്. അതെ, അങ്ങനെ ഇട്ടതായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷവും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് മാറ്റം. അപ്പൊ ഞാൻ എന്തിനു പേര് മാറ്റണം, എനിക്ക് അതിന്റെ ആവശ്യം, നമുക്ക് കണ്ടന്റ് ഇടുന്നു അത്രേ ഉള്ളൂ. ഞാൻ രണ്ടാമത് വേറൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത്, നമ്മൾ കണ്ടന്റ് ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ എല്ലാത്തിനും ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ എന്ത് നമ്മൾ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നതിന് ആൻസറബിൾ ആണ്. അപ്പൊ അന്നും ഇന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ, ഞാൻ എൻ്റെ ഫാമിലിനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഉത്തരം പറയാൻ ഞാൻ എന്താണ്, എനിക്ക് ഇന്ററാക്ഷൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് തല്ലുണ്ടായാലും ഇതുണ്ടായാലും സംസാരിച്ചതാക്കും. കാരണം ബേസിക്കലി എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹമാണെന്ന് അറിയാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ പറഞ്ഞ് സുലാനാക്കി. ഓക്കെ, ഇനി ആരും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെച്ചോണ്ടിരിക്കരുത്. നമുക്കിപ്പോഴും ആരോടും മെസ്സേജ് അയച്ച ഒരാളോടും യാതൊരുവിധ മോശമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് കേട്ട് പരിചയമില്ല. നമ്മൾ തുടക്കം പോലും നല്ല നെഗറ്റീവ് കമന്റ്സ് കേട്ട് വന്നവരല്ലാത്തത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം. ബട്ട് എനിവേസ് ഓക്കെ. അപ്പം നമുക്ക് ചില്ലായിട്ട് പോകാം കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളോട് ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനിയിപ്പോൾ പിള്ളേർ മാറ്റുന്നെങ്കിൽ അവർ മാറ്റിക്കോട്ടോ. എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞല്ലോ, വളർന്നു വരുമ്പോൾ ആത്മജയ്ക്കും പേര് മാറ്റാം, ഓം പരമാത്മയ്ക്കും പേര് മാറ്റാം. ഓക്കെ, ഇഷ്ടമില്ലാത്തവർ വിളിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല. ഹോം ഡിസൈൻസും കൂടെ വരും, അതും കൂടെ ആരും ചീത്ത വിളിക്കാതെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം. ഇല്ലെങ്കിൽ പിന്നെ അതെങ്കിൽ ക്യാൻസൽ ചെയ്യും. ശരിക്കും ഈ ഒരു പോസിറ്റീവ് വൈബാണ് വേണ്ടതായിരുന്നല്ലേ വ്ളോഗേഴ്സിന്. ഇപ്പം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ഇവരുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നത് ഈ ഒരു വിജയ് മാധവനെയായിരുന്നു എല്ലാവർക്കും നോക്കിയിരുന്നത്. കാരണം ഈ ഒരു പോസിറ്റീവ് വൈബോട് കൂടിയുള്ള ഒരു പ്രസൻസും ഇവരുടെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ദേവിക ഇന്നാണെന്ന് തോന്നുന്നത് ചിരിച്ചു കണ്ടത് അല്ലെ. ആ ഒരു വീഡിയോയിൽ രണ്ടുപേരും നല്ല പ്ലസന്റ് മൂഡിൽ തന്നെയായിരുന്നു. എന്തായാലും ഇതേപോലെ തന്നെ നിങ്ങളുടെ വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്യുക.
എക്സ്പെഷ്യലി നിങ്ങളുടെ പാട്ടുകൾ അതിമനോഹരമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ശരിക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുമ്പോഴും ഈ ഒരു പാട്ടും യൂട്യൂബിൽ വരുന്നതൊക്കെ കാണുമ്പോഴേ ശരിക്കും ദേവികയും നല്ലൊരു പാട്ടുകാരിയാണെന്ന് പിന്നീടാണല്ലോ നമ്മൾ അറിഞ്ഞത്. അതേ തുടക്കത്തിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു. ദേവിക ഈ ഒരു ചാനലിലൂടെ വിജയോടൊപ്പം പാടിയത് കണ്ടപ്പോഴാണ് ശരിക്കും ദേവികയും ഒരു നല്ല പാട്ടുകാരിയാണെന്നുള്ള കാര്യം നമ്മൾ അപ്പോൾ അറിയുന്നത്. രണ്ടും ഒന്നിനൊന്ന് നന്നായിട്ട് പാടുന്നുണ്ട്. നിങ്ങളുടെ വ്ളോഗും നിങ്ങളുടെ ഫാമിലി സന്തോഷത്തോടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കുക. പിന്നെ ഭാവിയിലുള്ള കാര്യങ്ങൾ അത് മക്കൾ എന്തായാലും പേര് അങ്ങനെ ഇട്ട് കഴിഞ്ഞു, അത് ഭാവിയിൽ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. അത് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങളുടെ മക്കളുടെ പേര് എങ്ങനെ ചെയ്യണമെന്നോ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം എന്തായാലും അത് നിങ്ങൾ മറ്റുള്ളവരുടെ സജഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എന്താണ് ഒരു പാരന്റ്, ആസ് എ പാരന്റ് എന്ന നിലയിൽ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത് അത് തന്നെ ചെയ്യുക.